ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷീബസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. എവിടെയാ കാട്ടിലേക്കൂടെ പോകുന്നതെന്നല്ലേ? അത് കാട്ടിലേക്കൂടെ മാത്രമല്ല, ആനവണ്ടിയിലാണ് യാത്ര, ബസ്സിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് ചെയ്ത യാത്രകളുടെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ബസ്സിൽ പൊന്മുടിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. നല്ല ഡെൻസ് ആയിട്ടുള്ള കാടാണ്, നല്ല മഴയും പിന്നെ ആനവണ്ടിയും. വേറെ എന്ത് വേണമല്ലേ? ഒരു 1.5-2 മണിക്കൂറോളം എടുത്തു ഞങ്ങൾ വിചാരിച്ച സ്ഥലത്ത് പൊന്മുടിയിലെത്താൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാവലായിരുന്നു. കുറേ നേരമൊക്കെ സിറ്റിയും അതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നല്ല കാട് തുടങ്ങി, ഹെയർ പിൻ കർവ്സ് തുടങ്ങി, നല്ല കാടും നല്ല മഴയും ഒക്കെ ആയിരുന്നു. ആ ഒരു ജേണീൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത്. ഫസ്റ്റ് എവർ KSRTC ആനവണ്ടിയിൽ ഒരു പൊന്മുടി യാത്ര പോലെയായി. ഞങ്ങൾ എത്ര 2 മണിക്കൂറോ മറ്റോ എടുത്തു, 1.5 മണിക്കൂറോ അങ്ങനെ എന്തോ എടുത്തു. നല്ല മഴയായിരുന്നു കൊണ്ടത്. കുറേ ഭാഗമൊക്കെ നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള ടൗണൊക്കെ. അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു സ്ഥലത്തിൻ്റെ പേര്, സ്ഥലം കഴിഞ്ഞ് വിതുര. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഫുൾ ഹെയർ പിൻ കർവ്സൊക്കെ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര മഴയായിരുന്നു, നല്ല കാടും. അപ്പോൾ ആ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒട്ടും കുറച്ചില്ല. ആനവണ്ടിയിലാണെങ്കിൽ പോലും യാത്ര. ഇവിടുന്ന് റൂട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട്. ബേക്കൽ ഫോർട്ട്, കാപ്പാട്, ഗുരുവായൂർ, തേക്കടി, അവിടത്തേക്കുള്ളൊക്കെ ദൂരം. അവിടെ ഒരു ചെറിയ കുടുംബശ്രീൻ്റെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ചോറുണ്ട്, വേറൊന്നുമില്ല. ചായ ഒന്നും ഇപ്പം ഇല്ല. കാരണം ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് കാണുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ബസ്സിൻ്റെ സമയമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അവർ ഭക്ഷണം കഴിച്ചാൽ കുറച്ച് കഴിഞ്ഞ് മുകളിൽ പോയാൽ അപ്പം തന്നെ ഈ ബസ് തിരിച്ചു പോകും. നമുക്കൊരു 2 മണിക്കുള്ള ബസ്സിന് പോവാം, 2:30ക്കുള്ള ബസ്സിന് പോവാം. ഞാൻ വിചാരിച്ചു നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ നടക്കില്ല എന്നൊക്കെ വിചാരിച്ചു. എന്നാലും വന്നില്ല. KTDC കേരള ടൂറിസത്തിൻ്റെ സ്റ്റേ ഓപ്ഷൻ. സോ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം വരാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, കാണാനും സമയം ഉണ്ടാവില്ല. പിന്നെ നല്ല അത്ര ഒരു ഉറപ്പില്ല, കാരണം നമ്മളിവിടെ വന്ന് വിട്ടുപോകും. പിന്നെ അതും ബസ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വന്തം വണ്ടി ഇല്ലാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇന്ന് രാവിലെ തന്നെ വരുമ്പോൾ നല്ല സംശയം ഉണ്ടായിരുന്നു, നല്ല ചൂടായിരിക്കും ചിലപ്പോൾ, വന്നു കഴിഞ്ഞാൽ ഇതാവൂന്നൊക്കെ. പക്ഷെ വരുന്ന വഴിയിൽ സംടൈംസ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ വിഷമാവോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നല്ല മഴ അല്ലെങ്കിൽ നല്ല മഞ്ഞ് അങ്ങനെയൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായി കാണാം. അതായിരുന്നു ഇന്ന് സംഭവിച്ചത്. ആ വിൻഡിനതിങ്ങനെ ഇതാവുന്നതാണ്. ഇവിടുന്ന് ഒന്നും കഴിക്കാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. ടൂറിസം ഇതിലേക്കൂടെ നമുക്ക് നടന്ന് പോവാം. അല്ല പിന്നെ അതിൻ്റെ മുകളിലേക്കൂടെ മുകളിലോളം ട്രക്ക് ചെയ്യുക. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും പ്രൈവറ്റ് വണ്ടിയിലൊക്കെ ഒരുപാട് ഒരു മാനുണ്ട്, മാൻ. നല്ല വ്യൂ ആണ്. foggy, cloudy പൊന്മുടി.
നമ്മൾ വരുമ്പോൾ ട്രെക്കിങ് പോയി കയറാൻ പറ്റുന്ന ഹില്ല് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ ഫോഗായി. ഇത്ര സമയത്തിനുള്ളിൽ നിറച്ചും ഫോഗായി. വാവ്. ഫുൾ ഫോഗിയായി. പക്ഷേ മഴയുണ്ട്, ചെറുങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ച് നടക്കേണ്ടി വരും, ഇല്ലെങ്കിൽ മഴയിൽ കൊടുക്കും. നമുക്ക് ഓടിയിടുവേ, നമുക്ക് എന്താ ഇതിനകത്ത് വരാണ്ടിരിക്കാൻ വേണ്ടി. ഇവിടെ ഒരു കഫറ്റേരിയ ഷോപ്പ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാം. ഒരു ചായയെങ്കിലും കിട്ടുമോ നോക്കാം. നല്ല മഴയാണ്. ആക്ച്വലി താഴെ അവർ നിർത്തി, ഡ്രൈവേഴ്സ് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ KTDCൻ്റെ ഭക്ഷണത്തെ കഴിക്കാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഞങ്ങൾ അതേ ബസ്സിൽ തിരിച്ച് ഇവിടത്തേക്ക് ഒരു 2 കിലോമീറ്ററും കൂടെ വരാനുണ്ട്. അതിന് വരുന്നെങ്കിൽ പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാനിരുന്നാൽ അത്രയും ടൈമില്ല. അപ്പോൾ ഞങ്ങളവിടെ കയറി പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ കുടുംബശ്രീൻ്റെ എന്തെങ്കിലും ഉണ്ടാവുന്നു. പക്ഷെ അത് ഇല്ല. ഇവിടെ ഒരു ചെറിയ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടൊരു കഫറ്റേരിയ ഉണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം. നല്ല ഷേപ്പുള്ള വീട്, ട്രയാങ്കിൾ വീടല്ല, റിസോർട്ടാണ്. ഇതിനുള്ളൊരു 3D തിയേറ്ററൊക്കെ ഉണ്ട്. അത് കാണാനുണ്ടോ നോക്കാം. എവിടെയാണ്? We have something to drink from here. Come on. നല്ല മഴയും കാറ്റും. കപ്പയൊക്കെ കുടിച്ചിട്ട് ഇത് കാര്യമായിട്ടുള്ള സ്ഥലമൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ഉള്ളിലുണ്ട് സ്ഥലമൊക്കെ. തണുത്ത് പറിച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഡേ ടൈമിൽ വണ്ടിയൊക്കെ ലൈറ്റ് ഇട്ടിട്ട് പോകേണ്ട അവസ്ഥയാണ്. അങ്ങനത്തെ വ്യൂ ആണ്. The climate of പൊന്മുടി. അപ്പം നമ്മൾ പോയ ബസ് അപ്പം തന്നെ തിരിച്ചു വന്നു. പക്ഷെ അത് കഴിഞ്ഞൊരു 2 മണിക്കൂർ കഴിയുമ്പോൾ വേറെ ബസ്സുണ്ട്. അപ്പം അതിലാണ് ഞങ്ങൾ പൊന്മുടീൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് അത് വേറൊരു KSRTCൻ്റെ ബസ്സിൽ തിരിച്ച് വരികയാണ്. വരുന്ന വഴി കാണുന്ന വ്യൂ ആണിത്. അപ്പോൾ പോകുന്ന വഴിയും വരുന്ന വഴിയും സെയിം അല്ല, കുറച്ചൊന്ന് ഇതായിട്ടാണ് വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ക്ലിയറൻസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നല്ല മഴയായിരുന്നു നാട്ടിൽ. ഇങ്ങനെ ചൂട് ആണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പോയി. പക്ഷെ പൊന്മുടിയിൽ പോയെന്ന് നല്ല മഴയായിരുന്നു. ഭയങ്കരമായിട്ട് കുറച്ച് മഴ കാരണം നമുക്കങ്ങനെ ഒത്തിരി നേരം നടന്ന് ഇതാക്കാനും പറ്റില്ല. പക്ഷെ മഴയുള്ളപ്പോൾ പൊന്മുടീൻ്റെ ഒരു ആംബിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കഴിക്കാനൊക്കെ മുകളിലുള്ള കടയിൽ കുറച്ച് കപ്പയും അങ്ങനെ ചെറിയ എന്തൊക്കെയോ സ്നാക്സ് ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് കഴിച്ച് അവിടെ നിന്ന് കുറച്ച് നേരം അതിൻ്റെ സറൗണ്ടിങ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് പിന്നെ തിരിച്ച് ഞങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ ആ പോകുന്നതും വരുന്നതും ആ ഒരു റൂട്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഫോഗൊക്കെ അങ്ങ് ദൂരെ കാണാം. ഇങ്ങനെ നിറച്ചും കാട് നിറഞ്ഞിട്ടുള്ള റോഡ് അതൊക്കെ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ മഴയും. അപ്പോൾ അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചത്. പൊന്മുടിയിൽ പോകണമെങ്കിൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഉച്ചയാവുന്ന സമയത്തൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പോലും ഉച്ചയൊക്കെ ഒന്നും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. 3 മണിയൊക്കെ ആകുമ്പോഴാണ് വണ്ടി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഓടിക്കുന്നുണ്ട്. 2:30 മറ്റേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ശരിക്കും പൊന്മുടിയിലേക്കുള്ള യാത്ര ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. പറ്റുകയാണെങ്കിൽ ഒരു ദിവസം അവിടെ താമസിച്ചിട്ടൊക്കെ വരായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു പ്ലാനിങ്ങും കാര്യമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മറ്റൊരു അവസരത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പൊന്മുടീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്കറിയുന്ന ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും.